ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പെട്ടെന്നൊരു മോര് കാച്ചിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ടുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അതേ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമുക്കൊരു 3 വറ്റൽമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ആ മുളകൊന്ന് മൂക്കണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതാണ്, അത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകാണ്, 3 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് അതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടുകൂടി തന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും എല്ലാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരണോട് കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഞാനൊരു ഇത്രയും ചുവന്നുള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ. ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ തൈര് എപ്പോഴും അലുമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലധികം എരിവില്ലാത്തതാണ് നല്ലത്. അതുപോലെ നല്ല പുളിയുള്ള തൈര് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മോര് ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് നേരം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ അത്രയും സമയം ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.